പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനിടെ CPIM നേതാക്കൾ തല്ലി എന്ന ആരോപണത്തിൽ പരാതി കൊടുക്കാൻ താൽപര്യമില്ലെന്ന് അവതാരകൻ. ആരോഗ്യമന്ത്രിയും നഗരസഭാ ചെയർമാനും തമ്മിലുള്ള പ്രശ്നത്തിൽ തന്നെ കരുവാക്കിയെന്നും അവതാരകൻ ബിനു കെ സാം പറയുന്നു. തന്റെ ഭാഷാശൈലി CPIM പ്രവർത്തകർക്ക് മനസ്സിലായില്ലെന്നും ബിനു പറഞ്ഞു. ആരോഗ്യമന്ത്രിയും സ്പീക്കറും വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഉപയോഗിച്ച ഭാഷ ശരിയായില്ലെന്നാരോപിച്ചാണ് മർദ്ദിച്ചത് എന്നായിരുന്നു ആരോപണം. പല പ്രവർത്തകരും അല്ല എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ച് നിങ്ങൾ ഒരു ഇരയായി തീർന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല, മറിച്ച് അത് അവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ CPM-നകത്തെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബലിയാടാക്കിയതാണ്. CPM-ൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. അത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ല, ചില വാചകത്തിൽ അവരങ്ങനെ. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ബിനു കെ സാമിന്റെ വാക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഇന്നലെ സന്ധ്യയ്ക്ക് ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ഇയാൾ പറയുന്നത്. അതായത് ഇന്നലെ ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനമായിരുന്നു, പത്തനംതിട്ട ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനമായിരുന്നു. സ്പീക്കർ AN ഷംസീർ ആയിരുന്നു ഉദ്ഘാടനം. മന്ത്രി വീണ ജോർജ് അടക്കം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി സ്വാഗത പ്രസംഗത്തിനിടയിൽ ഇദ്ദേഹം ഉപയോഗിച്ച ഭാഷ ശരിയായില്ല എന്നാരോപിച്ചുകൊണ്ട് CPIM പ്രവർത്തകർ, CPIM-ന്റെ നേതാക്കൾ ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് ആരോപണം. പക്ഷേ പരാതി കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. CPIM ഭരിക്കുമ്പോൾ പരാതി നൽകിയിട്ട് കാര്യമില്ല എന്ന വാദമാണ് ഇദ്ദേഹം ഉയർത്തുന്നത്. അതുപോലെ തന്നെ CPIM നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം അങ്ങനെ മർദ്ദിച്ചിട്ടില്ല, പകരം സ്വാഗത പ്രസംഗത്തിലെ അതൃപ്തി അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ അവതാരകന് പരാതി നൽകാനുള്ള സാധ്യതയുണ്ടല്ലോ. പരാതി നൽകാത്തത് മർദ്ദിച്ചിട്ടില്ല എന്ന ഉറപ്പ് അവതാരകനുണ്ട്, അതുകൊണ്ടാണ് പരാതി നൽകാത്തത് എന്നാണ് CPIM-ന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഈ അവതാരകൻ പറയുന്നത് തന്നെ മർദ്ദിച്ചത് ജില്ലയിലുള്ള CPIM-നുള്ളിൽ വിഭാഗീയതയെ തുടർന്നുള്ള മർദ്ദനമാണ്. അതായത് ഈ സക്കീർ ഹുസൈൻ, നഗരസഭാ ചെയർമാനായിട്ടുള്ള സക്കീർ ഹുസൈനും മന്ത്രി വീണ ജോർജും ഇരുവർക്കുമിടയിൽ വിഭാഗീയതയും അതുപോലെയുള്ള പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് തന്നെ മർദ്ദിച്ചതെന്നും അതിൽ താൻ കരുവായി പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ അവതാരകൻ പറയുന്നത്. എന്തായാലും ഇരു വിഭാഗത്തിൽ നിന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ശരി ശ്രീരാജ്.